ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് സീസൺ 2 ആണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആയിരിക്കും. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കുറേ ദിവസത്തിന് മുമ്പുള്ള കാര്യമാണ്. ഹ്യൂൺ ജൂണിന് ഫൈറ്റ് പഠിപ്പിച്ച് കൊടുക്കുകയായിരിക്കും. പക്ഷേ അവനെ കൊണ്ട് നേരാവണ്ണം കിക്ക് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ആ സമയം സിയൂണും ബാക്കുവും ഇതിരുന്ന് കാണുന്നുണ്ട്. ബാക്കു, അവൻ്റെ കോച്ചിങ് തീരെ പോരല്ലേ സിയൂൺ, അപ്പോൾ നിനക്ക് പഠിപ്പിച്ചു കൊടുത്തൂടെ അവനെ? അതില്ല, എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ഞാൻ എന്നോ നിർത്തിയതാ. നിനക്കൊരു കാര്യം അറിയോ? ഈ ഹ്യൂൺ ഒരു ടൈക്കോണ്ടോ അത്ലറ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ കൂടെ നടന്നതിന് അവൻ ഒരുപാട് അടി കിട്ടി. അവൻ്റെ കാൽമുട്ടിന് വരെ പരിക്ക് പറ്റി. അങ്ങനെ കുറച്ചു കാലം ഹോസ്പിറ്റലിലായിരുന്നു അവൻ. അവൻ്റെ അമ്മ എൻ്റെ അടുത്തിരുന്നാണ് കരഞ്ഞത്. ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി. അവനോട് അങ്ങനെ ചെയ്തവന്മാരെ എനിക്ക് കൊല്ലണമെന്ന് വരെ തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെല്ലാം എൻ്റെ തെറ്റാണെന്ന്. അപ്പോൾ സിയൂൺ, എനിക്കുമുണ്ടായിരുന്നു ഇതുപോലൊരു കൂട്ടുകാരൻ എന്ന് പറയും. ശേഷം പ്രസൻറ്റ് കാണിക്കുന്നു. അവൻ മയക്കത്തിൽ നിന്ന് എണീക്കും. ബാക്കുവിൻ്റെ കൂടെയായിരിക്കും ഉള്ളത്. നീ ഒരുപാട് നേരം ഉറങ്ങി. നിന്നെ പിന്നാലെ വെച്ച് ഓടി ഞാൻ ചത്തു. പിന്നെ സിയോങ് ജയെ പോലീസ് കൊണ്ടുപോയി. നമ്മൾ എങ്ങനെയൊക്കെയോ അവിടുന്ന് സ്കൂട്ടായി എന്ന് പറയും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. സിയൂൺ, ബേക്ക് എന്തിനാണ് എപ്പോഴും നിന്നെ ഉപദ്രവിക്കുന്നത്? ആരാണ് അവൻ എന്ന് ചോദിക്കും. എന്നിട്ട് അവരുടെ കുട്ടിക്കാലം കാണിക്കുന്നു. അവിടെ കുറേ ബുള്ളീസ് ബേക്കിനെ ചവിട്ടിക്കൂട്ടുമ്പോൾ ബാക്കു ആയിരിക്കും വന്ന് രക്ഷിക്കുന്നത്. അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കും. ശേഷം അവൻ ബേക്കിനെ വിളിക്കും. ബേക്ക്, നീ എവിടെയാ? സിയോങ്ങിനെ പോലീസ് പൊക്കി. അപ്പോൾ ബാക്കു, ഞാൻ തോറ്റു ബേക്ക്. ഇത് തന്നെയല്ലേ നീയും കേൾക്കാൻ ആഗ്രഹിച്ചത്? നിനക്ക് ഞങ്ങളുടെ സ്കൂളിനോടല്ല ദേഷ്യം, ഞാൻ തോൽക്കണം, അതായിരുന്നു നിൻ്റെ ആവശ്യം. അവനും ഓക്കെ, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ശേഷം സിയോങ് ജെ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങും. സിയൂണിൻ്റെ അടുത്ത് നിന്ന് കാലിൽ കുത്തുകൊണ്ടതുകൊണ്ട് തന്നെ മുടന്തിയായിരിക്കും നടക്കുന്നത്. ആ സമയം അവിടെ അവനെയും കാത്ത് ബേക്ക് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവനുമായി അവരുടെ ഏരിയയിലേക്ക് പോകും. ബേക്ക് അവനോട്, നീ പോലീസിനോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട്, അതിൽ നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. സിയോങ്, ഞാൻ പറഞ്ഞത് ആ യൂൻജാങ്ങിലെ പിള്ളേരുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചെടുക്കാൻ പോയപ്പോൾ അങ്ങനെ അടിയുണ്ടായി എന്നാണ്. സന്തോഷമായില്ലേ? പക്ഷെ അപ്പോഴും നീ എൻ്റെ അടുത്ത് ഞാൻ ഓക്കെ ആണോ എന്നൊരു വാക്ക് പോലും ചോദിച്ചില്ല. ശരിയാ, ഞാനും വിചാരിച്ചു നീ എന്തിനാ ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. നമ്മൾ രണ്ടുപേരും തെണ്ടികളാണ്. പക്ഷെ നമ്മൾ ഒരേ സൈഡാണെന്നാണ് ഞാൻ കരുതിയേ. ഞാൻ ഇതിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് എടുക്കാൻ പോവാണ്. ഇനി എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ശേഷം ബേക്ക് ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ വേറെ 2 ആളുകൾ അവനെ വിളിച്ച്, ബോസിന് നിന്നെ ഒന്ന് കാണണം, വണ്ടി കയറെന്ന് പറയും. അപ്പോൾ ബേക്ക്, ഞാൻ അവിടെ എത്തിക്കോളാമെന്ന് പറയും. നിങ്ങളിപ്പോൾ പൊക്കോ. പക്ഷെ അവർ ഇവനെയും കൊണ്ട് കാറിലേ പോകൂ എന്ന മട്ടിലാണ്. പെട്ടെന്ന് കൈ തട്ടി മാറ്റും. അവിടുന്ന് പിന്നെ അവരാവും അടി. ബേക്ക് ആ 2 നല്ല പോലെ കൊടുക്കും. ഞാൻ അവിടെ എത്തിക്കോളാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. ശേഷം പിറ്റേന്ന് രാവിലെ സിയൂൺ സ്കൂളിലേക്ക് വരും. അപ്പോൾ അവിടെ ബാക്കുവും ഹ്യൂണും ജൂണും ഇരിക്കുന്നതായി കാണും. അവനെ കണ്ട ബാക്കു ഒച്ചത്തിൽ വിളിക്കും, ഞങ്ങൾ ഇത്രയും നേരം നിനക്ക് വേണ്ടിയാടാ വെയിറ്റ് ചെയ്തിരുന്നത്. നമുക്കൊരുമിച്ച് ക്ലാസ്സിൽ പോകാം. അങ്ങനെ അവർ 4 പേരും ഒരുമിച്ച് പോകും. അപ്പോൾ നമ്മുടെ ഐസ് രാജകുമാരൻ അലിഞ്ഞല്ലോ എന്നൊക്കെ ബാക്കു പറയുന്നുണ്ട്. എന്നിട്ട് സിയൂണും ജൂണും ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ബാക്കു വന്ന് എന്താടാ പഠിക്കുകയാണോ എന്ന് ചോദിച്ച് അതിൻ്റെ ഇടയിൽ കയറും. ഹ്യൂണ്, നീ വീണ്ടും ആ ചെക്കനെ ഡിസ്റ്റർബ് ചെയ്യാതെ പഠിച്ചോട്ടെ. ബാക്കുവിൻ്റെ ഓരോ സംശയം കേട്ട് അവൻ അവിടുന്ന് എണീച്ചു പോകും. പക്ഷെ ബാക്കു വിടില്ല. പിന്നാലെ ചെന്ന്, നമുക്കിപ്പോൾ സ്നാക്സ് കഴിക്കാൻ പോയാലോ? അപ്പോൾ ഫസ്റ്റ് പീരീഡ് ആയിട്ടല്ലേ ഉള്ളൂ. അതിനെന്താ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് ഹ്യൂൺ എല്ലാവർക്കും ചിലവ് കൊടുക്കുന്ന ദിവസമാണ്. ഞാനോ? എപ്പോ? പിന്നെ നീ പറഞ്ഞില്ലേ. ഇങ്ങോട്ട് അടിച്ച് കയറി വാ ഹ്യൂണെ എന്ന് പറയും. ശേഷം അവർ 4 പേരും ബാസ്കറ്റ് ബോൾ കളിക്കും. അവിടെ ജുൺ വരെ നന്നായി കളിക്കും. സിയൂൺ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരിക്കും. അങ്ങനെ കളിക്കിടയിൽ സിയൂണിന് ബോൾ കിട്ടുന്നു. അവൻ അത് എറിയുമ്പോൾ അത് വലയിൽ വീഴില്ല. ഇത് കണ്ട് മറ്റവന്മാർക്ക് ചിരി വരും. ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വന്നില്ല. എന്നിട്ടും കളഞ്ഞു. ബാക്കുവിന് ചിരി നിർത്താൻ പറ്റുന്നുണ്ടാവില്ല. ശേഷം അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ഇരിക്കും. ഹ്യൂൺ, ഇപ്പോൾ നല്ല സമാധാനമുണ്ട്. ആ യൂണിയൻ തെണ്ടികൾ വീണ്ടും വരാതിരുന്നാൽ മതി. ബാക്കു, അതൊക്കെ ഞാൻ തീരുമാനാക്കിയിട്ടുണ്ട്, അതോർത്ത് പേടിക്കണ്ട. ആ സമയത്താണ് ബാക്കുവിന് ഒരു കോള് വരുന്നത്. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും. അവൻ്റെ അച്ഛൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വിളിച്ചതായിരിക്കും. അവൻ, എനിക്കിപ്പോൾ പോവേണ്ട ആവശ്യമുണ്ട് എന്ന് പറയും. എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോഴും ഒന്നും പറയാതെ അവിടുന്ന് പോകും.
ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. അവിടെ ആ യൂണിയനിലെ പിള്ളേർ വീണ്ടും അവരുടെ മൊഴി മാറ്റിയെന്ന് പറയും. ഇപ്പോൾ അവർ പറയുന്നത് ഇവൻ്റെ അച്ഛൻ അവരുടെ ID ചെക്ക് ചെയ്തിട്ടില്ലെന്നും ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പിടില്ല എന്നൊക്കെയുമാണ്. അവൻ ബേക്കിനെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ തന്നെ അവൻ്റെ മെസ്സേജ് വരും, നീ യൂണിയനിൽ ചേരണം, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ ജോലി, നിൻ്റെ ഫ്രണ്ട്സ് ഇവർക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഈ ദേഷ്യത്തിൽ ബാക്കു അച്ഛനെ കൊടുക്കാൻ നോക്കിയ പയ്യന്മാരെ അടിച്ചൊരു വിധമാക്കും എല്ലാത്തിനെയും. ശേഷം ബേക്കിന് ഒരു കോള് വരും. ബാക്കു നമ്മുടെ ആളുകളെ അടിച്ചെന്ന് കേട്ടു. അവൻ എന്താ ചെയ്യേണ്ടത്, കൂടുതൽ പിള്ളേരെ ഇറക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയും. അവനെ വിട്ടേക്ക്, അവൻ എന്താ ചെയ്യുന്നത് അത് തന്നെ ചെയ്യട്ടെ എന്ന് പറയും. ശേഷം ബേക്ക് ചെന്ന് അവൻ്റെ ബോസിനെ കാണും. അയാൾ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയും. പെട്ടെന്ന് അവിടെയുള്ള ടേബിൾ അടിച്ചു പൊട്ടിക്കും. ഒരു പ്രശ്നവുമില്ലെങ്കിൽ എങ്ങനെയാടാ പോലീസിൽ നിന്ന് എനിക്ക് കോള് വരുന്നത്? ആരെയെ പിടിച്ചത്? ആ, സിയോങ്ങിനല്ലേ. നീ നിൻ്റെ ജോലി നല്ലപോലെ നോക്ക്, എന്നിട്ട് ഇനിയും എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത് എന്നും പറഞ്ഞ് അയാൾ പോകുന്നു. ശേഷം സിയോൺ വീട്ടിലെത്തുമ്പോൾ അവിടെ അവൻ്റെ അമ്മ ഉണ്ടാകും. അവനോട്, നിൻ്റെ സ്കൂളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? സ്കൂളിന് ഉള്ളിലും പുറത്തും എന്തൊക്കെയാണ് നീ ചെയ്യുന്നത്? ഇനി അബ്രോഡ് പോയി പഠിക്കാൻ റെഡി ആയിക്കോ. നീ ഈ കൊറിയ വിട്ട് വേറെ എങ്ങോട്ടേലും പോയിക്കോ എന്ന് പറയുമ്പോൾ അവന് താല്പര്യമുണ്ടാവില്ല. ഒരു മകനെക്കുറിച്ച് സ്വന്തം അമ്മ വേവലാതിപ്പെടുന്നത് ഇത്ര തെറ്റാണോ? നീ അബ്രോഡ് പോയി പഠിക്കൂ. ഇതിനു മുമ്പ് ഞാൻ ശരിക്കും നല്ലൊരു അമ്മയായിരുന്നില്ല. ഇനിയൊന്നും പഴയ പോലെ ആകാതിരിക്കാൻ വേണ്ടിയാണ്. നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കും. ഇതൊക്കെ കേട്ട സിയൂണിന് അതനുസരിക്കാന്നല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. ശേഷം രാവിലെ സിയൂൺ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി ബാക്കു സ്റ്റേഷനിൽ വെച്ച് അവന്മാരെ തല്ലിയ കാര്യങ്ങൾ ഒരു കൂട്ടം പയ്യന്മാരിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടാവും. ഇത് സിയൂൺ കേൾക്കുന്നു. അവിടെ ബാക്കു ബേക്കിൻ്റെ മെസ്സേജ് നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അവൻ കുറച്ച് ദിവസമായിട്ട് സ്കൂളിലേക്കൊന്നും പോകുന്നുണ്ടാവില്ല. ആ സമയത്ത് അവൻ്റെ അച്ഛൻ വന്ന്, നീ ഇന്നും ക്ലാസ്സിൽ പോണില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഖമില്ലെന്ന് പറയും. ആ പുതപ്പ് മാറ്റി, പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? അടിയുമായി സ്കൂളും ഡ്രോപ്പ് ചെയ്ത് നടക്കാൻ പോവാണോ? അവിടുന്ന് അവനും അവൻ്റെ അച്ഛനും തമ്മിൽ അടിയാവും. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശേഷം ബേക്കിൻ്റെ കോള് വരും. എന്തായി? ചിന്തിക്കാൻ ഒരുപാട് സമയം ഞാൻ നിനക്ക് തന്നു, തീരുമാനിച്ചോ എന്ന് ചോദിക്കും. എന്നിട്ട് ബേക്ക് പറഞ്ഞതുപോലെ ഒരു കോഡുമായി ഒരു പബ്ബിലേക്ക് ചെല്ലും. അത് കാണിച്ചു കൊടുത്ത് കൺഫേം ചെയ്യും. ബാക്കുവിനെ കണ്ട അതിലൊരുത്തൻ മോന്തക്കൊന്ന് കൊടുക്കും. എന്നിട്ട് ബേക്കിൻ്റെ കോള് അവന് കൊടുക്കും. ബാക്കു ഇപ്പോൾ നമ്മുടെ യൂണിയൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയും. അവനെയും കൂട്ടി ഓഫീസിലേക്ക് വരാനായി പറയുന്നു. ശേഷം സിയൂണിൻ്റെ വീട്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കും. അത് ജുണ്ണും ഹ്യൂണുമായിരിക്കും. അതവൻ ക്യാമറയിലൂടെ കാണും. എൻ്റെ അഡ്രസ്സ് എങ്ങനെ കണ്ടുപിടിച്ചു? അത് ഈ ഫ്ലാറ്റിലെ നമ്മുടെ സ്കൂളിലുള്ള ഒരു ടീച്ചർ തന്നാന്ന് പറയുമ്പോൾ ഹ്യൂണ്, അതെന്തിനാണ് ഇവിടെ പറയുന്നത്? സിയൂണെ പുറത്തേക്ക് വാ, ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അവർ ബാസ്കറ്റ് ബോൾ കളിക്കാൻ ചെല്ലും. അവിടുന്ന് ഹ്യൂൺ എറിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വലയിൽ വീഴുകയും ചെയ്യും. എന്നിട്ട് ഹ്യൂണിനോട് അബ്രോഡ് പോകുന്ന കാര്യമൊക്കെ പറയും. ഓ, എപ്പോഴാണ് പോകുന്നത്? അതെനിക്കൊരു ഉറപ്പുമില്ല ഹ്യൂൺ. നമ്മൾ പരിചയപ്പെട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. പക്ഷേ കുറേ സോറിയും അതുപോലെ കുറേ താങ്ക്സും നിന്നോട് പറയാനുണ്ട്. സിയൂൺ, ബാക്കുവിന് എന്താ പറ്റിയത്? പിള്ളേരെന്തൊക്കെയോ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ അവൻ ഇത് ആദ്യമായിട്ടൊന്നുമല്ല അടി കൂടുന്നത്, പേടിക്കാനൊന്നുമില്ലെന്ന് പറയും. എന്നിട്ട് അവൻ ബാക്കുവിനെ വിളിക്കും. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ നീ എന്തിനാ അറിയുന്നത്? ഇനി ഞാൻ കാരണം നിങ്ങൾക്കൊരു അപകടവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ശേഷം അവൻ ബേക്കിൻ്റെ സ്ഥലത്തേക്ക് പോകും. ബേക്ക് അവനെ വെൽക്കം ചെയ്യുന്നു. ശേഷം സിയൂൺ അബ്രോഡ് പോകാനായി പാസ്പോർട്ടൊക്കെ ഇരിക്കുകയാണ്. അവൻ്റെ അമ്മ, നീ എല്ലാം പോസിറ്റീവായി എടുക്ക്, എൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാനും അവിടേക്ക് പെട്ടെന്ന് വരാം. ആ സമയത്താണ് ജുൺ അവനെ വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതാ, മുമ്പ് പറയാൻ മറന്നുപോയതായിരുന്നു. ബാക്കു, ഹ്യൂൺ, പിന്നെ ഞാൻ, എല്ലാവർക്കും അറിയാം നീ നിൻ്റെ ഫ്രണ്ടിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ, പിന്നെ എന്തുകൊണ്ടാണ് അവൻ അവിടെ കിടക്കുന്നതൊക്കെ എല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നിൻ്റെ തെറ്റല്ല. ഇതെനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. പെട്ടെന്ന് സിയൂണിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങും. അവൻ അമ്മയോട്, എനിക്ക് പോകണ്ട അമ്മ, എൻ്റെ ഫ്രണ്ട്സ് പറയുക അതെൻ്റെ തെറ്റായിരുന്നില്ലെന്ന്. അവരെങ്കിലും അവനെ മനസ്സിലാക്കിയല്ലോ എന്നൊരു സന്തോഷമായിരിക്കും അവന്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.